അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഗുസ്സാ, അതായത് ഗസ്വ എന്ന് പറയുന്ന യുദ്ധമാണ്. യുദ്ധത്തിൽ പങ്കെടുത്തവർ അവരെ സ്വീകരിക്കുന്നത്, അതായത് മുസ്ലിങ്ങളായ വിശ്വാസികൾ എവിടെയോ പോയി യുദ്ധമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത്. ഇസ്തിഖ്ബാലിൽ ഗുസാത്ത്. ഇബ്നു അബൂ മുലൈക്ക വിശദീകരിക്കുന്നു, ഇബ്നു അസ്സുബൈർ പറഞ്ഞതായിട്ട് ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, താങ്കൾ ഓർക്കുന്നുണ്ടോ, ഞാനും നീയും ഇബ്നു അബ്ബാസും പുറത്തേക്ക് പോയി, അതായത് സിറ്റിക്ക് പുറത്തേക്ക് പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. ഇബ്നു ജാഫർ മറുപടി പറഞ്ഞു ഉവ്വ. ഇബ്നു അസ്സുബൈർ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ, അതായത് എന്നെയും ഇബ്നു അബ്ബാസിനെയും അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടപ്പുറത്തോ യാത്ര ചെയ്യാൻ സമ്മതിച്ചു. താങ്കൾ അവിടെ വിട്ടേച്ച് വന്നു. പട്ടാളക്കാർ വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളതൊരു സുന്നത്താണ്. അൻ ഇബ്നു അബീ മുലൈക്കത ഖാല ഇബ്നു സുബൈരി ലിബ്നി ജഅഫർ റളിയല്ലാഹു അൻഹും അതദ്കുർ ഇദ തലഖൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വ അൻത വബ്നു അബ്ബാസ് ഖാല നഅം ഫഹമലന വതറകക. അസ്സായിബ് ബിൻ യസീദ് വിശദീകരിക്കുന്നു, ഞാൻ കുറച്ച് ആമ്പിള്ളേരോടൊപ്പം പുറത്തേക്ക് പോയി, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. സനിയ്യത്തുൽ വദാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സ്വീകരിച്ചത്. ഖാല അസ്സായിബു ഇബ്നു യസീദ റളിയല്ലാഹു അൻഹു ദഹബ്ന നതലഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സുബിയാനി ഇലാ സനിയ്യത്തുൽ വദാഇ. വിശുദ്ധ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട് വരുന്നവർ തിരിച്ചു വരുമ്പോൾ എന്താണ് പറയേണ്ടത്? മായഖൂലു ഇദാ റജഅ മിനൽ ഗസ്വി. അബ്ദുല്ല റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അദ്ദേഹം 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന്. ഞങ്ങൾ തിരിച്ചു വരികയാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പശ്ചാത്താപത്തോടെയും അവനെ ആരാധിച്ചുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും, അതായത് നമ്മുടെ രക്ഷിതാവിനെ, ഞങ്ങളെ തന്നെ അവന് മുമ്പിൽ അല്ലെങ്കിൽ രക്ഷിതാവിന് മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടും, അള്ളാഹു അവൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാലിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകി അവൻ്റെ അടിമകൾക്ക്, അവൻ ഒരാളൊറ്റയ്ക്കാകുന്നു, അൽ അഹ്സാബ് അതായത് സഖ്യകക്ഷി യുദ്ധം തോൽപ്പിച്ച് കളഞ്ഞത്. ഇത് 2995 ഹദീസിൽ നമ്മൾ കണ്ടതാണ്. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖഫല കബ്ബറ സലാസൻ ഖാല ആയിബൂന ഇൻഷാ അല്ലാഹു തായിബൂന ആബിദൂന ഹാമിദൂന ലിറബ്ബിന സാജിദൂന സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബി വഅദഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു, ഉസ്ഫാനിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് ഒട്ടകത്തിനെയായിരുന്നു ഓടിച്ചിരുന്നത്. സഫിയ്യ ബിന്തു ഹുയയ്യ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതേ ഒട്ടകപ്പുറത്ത്. ആ പെണ്ണൊട്ടകം കാല് തെറ്റി 2 പേരും താഴെ വീണു. അബൂ ത്വൽഹ ചാടി ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു എന്നെ ബലിയർക്കട്ടെ താങ്കൾക്ക് വേണ്ടി, അത് താങ്കൾക്കൊന്നും പറ്റരുത്, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീയുടെ കാര്യം നോക്കൂ, അതായത് എൻ്റെ ഭാര്യയെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വൽഹ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു തുണി കൊണ്ട് മൂടി, എന്നിട്ട് സഫിയ്യയുടെ അടുത്തേക്ക് പോയി, എന്നിട്ട് ആ തുണി കൊണ്ട് അവരെ മൂടി, അതായത് ഇങ്ങോട്ട് കാണാതിരിക്കാൻ, ഇപ്പോൾ ഒരു കാലോ കയ്യോ ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നവരായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ പെണ്ണൊട്ടകത്തിനെ നേരെയാക്കി, അത് വീണ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തി, എന്തെങ്കിലും പൊട്ടപൊടിയോ വല്ലതൊക്കെ ഉണ്ടോ, കാലിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉറപ്പാക്കി, എന്നിട്ട് 2 പേരും അതിന് പുറത്ത് കയറി യാത്ര ചെയ്തു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ഒരു വട്ടം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മുമ്പിലും പുറകിലും വലത്തും ഇടത്തും ഒക്കെ ഒട്ടകങ്ങളും കുതിരകളും കഴുതകളൊക്കെ ആയിട്ട് അവർ ചുറ്റിനുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടുക്ക്. ഞങ്ങൾ അൽ മദീന എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ പശ്ചാത്താപത്തോടെയും നിന്നെ ആരാധിച്ചുകൊണ്ടും നിന്നെ സ്തുതിച്ചുകൊണ്ടും രക്ഷിതാവെ മടങ്ങി വരുന്നു. ഇത് അദ്ദേഹം അൽ മദീനയിൽ പ്രവേശിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നു. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല കുന്ന മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ഫലഹു മിൻ ഉസ്ഫാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റാഹിലതിഹി വഖദ് അർദഫ സഫിയ്യത ബിൻതു ഹുയയ്യിൻ ഫഅസ്റത് നാഖതുഹു ഫസുരിഅ ജമീഅ
فاقتحم أبو طلحة فقال يا رسول الله جعلني الله فداءك قال عليك المرأة فقلب ثوبا على وجهه وأتاها فألقاه عليها أصلح لهما مركبهما فركبا واكتنفنا رسول الله صلى الله عليه وسلم فلما أشرفنا على المدينة قال آيبون تائبون عابدون لربنا حامدون فلم يزل يقول ذلك حتى دخل المدينة. അപ്പോൾ ഇതൊക്കെ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനകളോ ദുആകളോ അല്ലെങ്കിൽ ദിക്റുകളോ ആകുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അദ്ദേഹവും അബൂ ത്വൽഹയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. സഫിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം അവരെ അദ്ദേഹത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ പെണ്ണൊട്ടകത്തിൻ്റെ മുകളിൽ ഇരുത്തി യാത്ര ചെയ്യിപ്പിച്ചു. ആ യാത്രയിൽ പെണ്ണൊട്ടകം കാല് തെറ്റി രണ്ടുപേരും, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താഴെ വീണു. അബൂ ത്വൽഹ റിപ്പോർട്ടർമാരിൽ ഒരാൾ ചിന്തിക്കുന്നു, അനസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അബൂ ത്വൽഹ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്നും പെട്ടെന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു എന്നെ താങ്കൾക്ക് വേണ്ടി ബലിയറുക്കട്ടെ. അതായത് ഞാൻ മരിച്ചാലും വേണ്ടില്ല, റസൂലിനൊന്നും പറ്റരുത് എന്നുള്ളൊരു പ്രയോഗമാണ്. പലപ്പോഴും അറബികൾ അത് ഉപയോഗിക്കാറ്, എൻ്റെ ഉമ്മായും വാപ്പായും താങ്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടട്ടെ എന്നാണ്. ഇവിടെ അബൂ ത്വൽഹ സ്വയം ബലിയർപ്പിക്കാൻ റെഡിയാവുകയാണ്. കാരണം അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും മുറിവോ ചതവോ പറ്റിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ആ സ്ത്രീയുടെ കാര്യം നോക്കൂ, അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞു. അബൂ ത്വൽഹ അദ്ദേഹത്തിൻ്റെ തുണി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം മൂടി. എന്നിട്ട് അവർ ഉള്ള സ്ഥലത്തേക്ക് പോയി അവരെ ഒരു തുണി കൊണ്ട് മൂടി. എന്നിട്ട് അവർ എഴുന്നേറ്റു. അദ്ദേഹം അതിനുശേഷം ആ പെണ്ണൊട്ടകത്തിനെ നേരെയാക്കി എല്ലാം ഓക്കെ ആക്കി ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. കയ്യോ കാലൊക്കെ നോക്കി ആ രണ്ടുപേരെയും, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മദീന എത്തുന്നത് വരെ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരികയാണ്, പശ്ചാത്തപിച്ചുകൊണ്ടും നിന്നെ ആരാധിച്ചുകൊണ്ടും നിന്നെ സ്തുതിച്ചുകൊണ്ടും ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അൽ മദീനയിൽ കയറുന്നതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു അഖ്ബല ഹുവ വഅബൂ ത്വൽഹത മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ്യതു യുർദിഫുഹാ അലാ റാഹിലതിഹി ഫലമ്മാ കാന ബിബഅദി ത്വരീഖി അഥറത് الدابة فسري النبي صلى الله عليه وسلم والمرأة وإن أبا طلحة قال أحسب قال اقتحم عن بعيره فقال يا نبي الله جعلني الله فداءك هل أصابك من شيء قال لا ولكن عليك المرأة فألقي أبو طلحة ثوبه على وجهه فقصدنا فألقى ثوبه عليها فقامت المرأة فشد لهما على راحلتهما فركبا فساروا حتى إذا كانوا بظهر المدينة أو قال أشرفوا على المدينة قال النبي صلى الله عليه وسلم آيبون تائبون عابدون لربنا حامدون فلم يزل يقولها حتى دخل المدينة. യാത്രയിൽ തിരിച്ചു വരുമ്പോൾ നമസ്കരിക്കുന്നത്. അസ്വലാത്തി ഇലാ ഖദിമ മിൻ സഫരിൻ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു ആ യാത്ര. ഞങ്ങൾ അൽ മദീന എത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പള്ളി പോയി 2 റക്അത്ത് നമസ്കരിക്കൂ. സമയത്തു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല കുൻത മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫലമ്മാ ഖദിംനൽ മദീനത ഖാല ലീ ഉദ്ഖുലുൽ മസ്ജിദ ഫസ്വല്ലി റകഅതൈൻ. കഅബ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ യാത്രയിൽ തിരിച്ചു വന്നിട്ടുണ്ടോ, അതായത് രാവിലെ ആണെങ്കിൽ ഉച്ചവരെയുള്ള സമയം, ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ അദ്ദേഹം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു ഇരിക്കുന്നതിന് മുമ്പ്. അൻ കഅബിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദമ മിൻ സഫരിൻ ദുഹൻ ദഖലൽ മസ്ജിദ ഫസ്വല്ല റക്അതൈനി ഖബ്ല അൻ യജ്ലിസ്.
യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആഹാരം കഴിക്കുന്നത്. അത്താമി ഐന്ദൽ ഖുദൂമി. ഇബ്നു ഉമർ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന യാത്രക്കാർ, അതായത് എവിടെന്നെങ്കിലൊക്കെ പോയി തിരിച്ചു വരുന്ന ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വന്നാൽ അവർക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. വകാന ഇബ്നു ഉമറ യുഫ്തിറു ലിമൻ യശാഹു. അതായത് യാത്രക്കാരന് ആഹാരം കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. മുഹാരിബ് ഇബ്നു ദിസാർ വിശദീകരിക്കുന്നു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഒരു ഒട്ടകത്തിനെയോ ഒരു പശുവിനെയോ എന്തോ ഒന്നിനെ അറുത്തു. ജാബിർ കൂട്ടിച്ചേർക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിനെ മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് വേണ്ടിയിട്ട് 2 ഊഖിയ സ്വർണമായിരുന്നു അതിൻ്റെ വില, കൂടാതെ 1-2 ദിർഹമോ. അപ്പോൾ അതായത് 2 ഊഖിയയും 1 ദിർഹം, അതിൽ 2 ഊഖിയ 2 ദിർഹം. അദ്ദേഹം സിറാർ എത്തിയപ്പോൾ ഒരു പശുവിനെ ഇറക്കാൻ ഉത്തരവിട്ടു. അത് അവർ ഭക്ഷിച്ചു. അവർ അൽ മദീനയിലെത്തിയപ്പോൾ എന്നോട് ഉത്തരവിട്ടു പള്ളിയിൽ പോവാൻ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. എന്നിട്ട് തൂക്കി നോക്കി, എന്നിട്ട് ഒട്ടകത്തിൻ്റെ വില എനിക്ക് തന്നു. അൻ മുഹാരിബ് ഇബ്നു ദിസാറിൻ അൻ ജാബിരി ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖദിമൽ മദീനത നഹറ ജസൂറൻ ഔ ബഖറത. സാദ മുആദ് അൻ ശുഅബത അൻ മുഹാരിബിൻ സമിഅ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഇശ്തറ മിന്നി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈറൻ ബി ഊഖിയതൈൻ വദിർഹമ ഔ ദിർഹമൈൻ فلما قدم سرارا أمر ببقرة فذبحت فأكلوا منها فلما قدم المدينة أمرني أن أطال المسجد فأصلي ركعتين ويزلي ثمن البعير. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ അദ്ദേഹം ഒരു യാത്രയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, 2 റക്അത്ത് നമസ്കരിക്കൂ. സിറാർ എന്ന് പറയുന്നത് അൽ മദീനയുടെ അടുത്തുള്ള സ്ഥലമാകുന്നു. അൻ ജാബിരിൻ ഖാല ഖദിംതു മിൻ സഫറിൻ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലി റക്അത്തൈൻ സിറാറുൻ മൗദിഉൻ നാഹിയതൻ ബിൽ മദീനത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കിതാബ് തീർന്നിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.